ധനത്തിന്റെ വിഷയം വ്യതിചലിച്ചു പോയിട്ടൊന്നുമില്ല, ധനത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതായത് നമ്മൾ ഓരോരുത്തരും സമ്പാദിക്കുന്നുണ്ട്, ഞാനും സമ്പാദിക്കുന്നുണ്ട്, ഇനി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പലരും സമ്പാദിക്കുന്നുണ്ട്. ഇതിൽ രണ്ട് സമ്പാദ്യം സമ്പാദിക്കും. ഒന്ന് ആത്മീയമായിട്ടുള്ള സമ്പാദ്യം, പിന്നൊന്ന് ലൗകികമായിട്ടുള്ള. ഈ സമ്പാദ്യം വെറുതെ സമ്പാദിച്ച് പെട്ടിയിലാക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഈ പോക്കറ്റിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ അതൊരിക്കലും വലുതാവില്ല. ഇതിനെന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പൊ മാത്രമേ ഈ സാധനം വലുതാവുള്ളൂ, അത് നമുക്ക് വീണ്ടും റിട്ടേൺ ആയി കിട്ടുകയും ചെയ്യുള്ളൂ. ഇന്നിപ്പോ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കോടാനുകോടി രൂപയുടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള വിവിധ ഹോസ്പിറ്റലുകളുണ്ട്. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും ശരി, പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ശരി, ഇതൊക്കെ സജ്ജീകരണങ്ങളാണ്. ഈ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ഇനി അതേപോലെ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും കൃത്യമായിട്ട് നല്ല സുഖമായ മരണം ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. അറിവാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവാണ്. സുഖസുന്ദരമായിട്ട് ഓരോരുത്തർക്കും മരിക്കാനുള്ള അറിവും ഇവിടെ വിവിധ ആത്മീയ ഭൗതിക ജീവിതത്തിൽ നന്നായി ജീവിച്ചിട്ടുള്ള അനവധി ഗുരുക്കന്മാർ നൽകിയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തർ എടുക്കുന്ന പോലെയാണ്. കാരണം ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മരണപ്പെടുന്നത്, ചിലരോ വളരെ സിമ്പിളായിട്ട് മരണപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ജീവിതത്തിനെ ബേസ് ചെയ്തിട്ടാണ്. കോടികൾ ആസ്തികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ രത്തൻ ടാറ്റയ്ക്ക് മരണപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ അനവധി റിലയൻസ് അംബാനിയുടെ അച്ഛന്, അവരൊക്കെ മരണപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ അംബാനി കുടുംബത്തിലുള്ള പലരും മരണപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ മരണം ഒരു എന്താ പറയാ, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ആ മരണത്തിന്റെ ശേഷമുള്ള കാര്യം നമുക്ക് ആരും കാണുന്നില്ലല്ലോ. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ട. പക്ഷെ മരണം വരെയുള്ള കാര്യം, അതുവരെ നമ്മൾ എന്ത് സമ്പാദിച്ചോ അതിനനുസരിച്ച് അതിനാസ്പദമാക്കി ഏതൊക്കെ വിധത്തിൽ ജീവിക്കുന്നു, ആ സംവിധാനങ്ങളാണ് ഇവിടെ ഓരോരുത്തർക്കും റിട്ടേൺ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് ജഗതി ശ്രീകുമാർ. ഈ ജഗതി ശ്രീകുമാറിന് വലിയൊരു പരിക്ക് നമ്മുടെ നാട്ടിൽ വെച്ച് സംഭവിക്കുന്നുണ്ടായി. സംഭവിച്ചിട്ട് അതിന്റെ കേസും കാര്യങ്ങളും കൂട്ടങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങേർക്ക് ഇൻഷുറൻസ് തുകയായി മാത്രം കിട്ടിയിട്ടുള്ളത് 5 കോടി രൂപയാണ്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങേര് അധ്വാനിച്ചിരുന്നെങ്കിൽ അതിന്റെ 100 ഇരട്ടിയെങ്കിലും അങ്ങേര് സമ്പാദിക്കുമായിരുന്നു. പക്ഷെ അതുവരെ അദ്ദേഹം സമ്പാദിച്ചതിന്റെ, കൃത്യമായി ടാക്സ് അടച്ചതിന്റെ, അങ്ങനെയുള്ള പല മാനദണ്ഡങ്ങളും നോക്കിയിട്ടാണ് ഗവൺമെന്റ്, അതായത് കോടതി അങ്ങേർക്ക് ഈ ഒരു തുക വിധിച്ചിട്ടുള്ളത്. അത് അതേപോലെ ഓരോരുത്തരുടെയും എന്താ പറയാ, ആള് ഡോക്ടറായിട്ടോ കളക്ടറായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടോ അല്ല, ഒരു സിനിമ സ്റ്റാറാണ്. കഥാപാത്രങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന, കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിക്കാണ് അങ്ങനെ ഒന്ന് വിധിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ചിന്തിക്കേണ്ട